അൽ കഹഫ് സൂറത്ത് എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ഒരുപാട് ചരിത്രങ്ങളുടെ കലവറയാണ്. വെള്ളിയാഴ്ച പകലും രാവും ഓതൽ ശക്തിയായ സുന്നത്തുള്ള സൂറത്താണ് അൽ കഹഫ്. അതിലൊരു വലിയ ചരിത്രം പറയുന്നുണ്ട്. അൽ കഹഫ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് പറയും? ഒരു ഗുഹയുടെ പേരാണത്. ഇപ്പൊ ഈ ഗുഹ കിടക്കുന്നത് ഡമാസ്കസിലാണ്. അൽ കഹഫ് അള്ളാഹുവിന് വേണ്ടി ഇബാദത്തെടുത്ത ഒരു സംഘം ഔലിയാക്കള് അക്കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന അക്രമിയായ രാജാവിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാട് വിട്ടോടിയപ്പോ അവരൊരു ഗുഹയിൽ പോയി ഒളിച്ചു. ആ ഗുഹയുടെ പേരാണ് അൽ കഹഫ്. ആ ഗുഹയുടെ പേരാണ്. എന്നൊരു സൂറത്തിന്റെ പേര്, ഖുർആനിലൊരു സൂറത്തിന്റെ പേരെന്നെ സൂറത്തുൽ കഹഫ് എന്നാണ്. ഈ അൽ കഹഫിൽ ഗുഹയിൽ ഒളിച്ചുപോയ ഗുഹാനിവാസികളായ ഔലിയാക്കളുടെ ചരിത്രം പറഞ്ഞെടുത്ത് അല്ലാഹു തആല പറഞ്ഞു, ഈ ഗുഹാമുഖത്തേക്ക് ഈ അൽ കഹഫിന്റെ ഔലിയാക്കൾ കയറുമ്പോ ഒരു നായ അവരെ പിന്തുടർന്നു. ഷാഫി മദ്ഹബില് നായ ശക്തിയായ നജസാണ്. തൊട്ടാൽ 7 വട്ടം കഴുകണം, അതിലൊരു പ്രാവശ്യം മണ്ണിട്ട് കഴുകണം. എന്നാൽ മാലിക്കി മദ്ഹബിൽ മസ്അല വേറെയാണ്, ഹംബലി മദ്ഹബിൽ മസ്അല വേറെയാണ്, ഹനഫി മദ്ഹബിൽ മസ്അല വേറെയാണ്. ഷാഫി മദ്ഹബിൽ കടുത്ത നജസാണ് നായ. തൊട്ടാൽ 7 വട്ടം കഴുകണം, അതിലൊരു പ്രാവശ്യം മണ്ണിട്ട് കഴുകണം. അങ്ങനത്തെ നായ ഈ ഔലിയാക്കൾക്ക് ആരും പറയാതെ സ്വയം പ്രൊട്ടക്ഷൻ കൂടി ഇവര് അൽ കഹഫിലേക്ക് അഭയം തേടിയ ഔലിയാക്കൾ ഉറങ്ങുമ്പോ ആ നായ 2 കൈകാലികൾ നിവർത്തി വെച്ചിട്ട് ഗുഹാമുഖത്ത് കിടന്നിട്ട് ഔലിയാക്കൾക്ക് കാവലിരുന്നു.